اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا. മുത്ത് റസൂലിന്റെ വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ തമ്പുരാനേ ലാ തജ്അൽ ദുനിയാ, ദുനിയാവിനെ നീ ആക്കല്ല റബ്ബേ. എൻ്റെ ആകെ ചിന്തയും എൻ്റെ ആകെ ആലോചനയും എൻ്റെ അധ്വാനവുമൊക്കെ ഈ ദുനിയാവ് പച്ച പിടിപ്പിക്കുന്നതിന് മാത്രം ഉപയോഗിക്കുന്നവരിൽ, ചിന്തിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തല്ല. ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് ഇവിടെ എങ്ങനെ 10-15 ആക്കാം, ഇവിടെ എങ്ങനെ സന്തോഷമുണ്ടാക്കാം, ഈ കാര്യത്തിനു വേണ്ടി അറിവും കഴിവും പ്രാഗൽഭ്യവും ഉപയോഗിക്കുന്നവരിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് അല്ലേ. ചില ആളുകളെ പറ്റി പറയാനുള്ള മൂപ്പര് ഭയങ്കര കണ്ണിങ്ങാണ്, ഭയങ്കര കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ്. എന്തിന്റെ കാര്യത്തിലാ? ദുനിയാവിന്റെ കാര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ, പരലോകത്തിന്റെ കാര്യത്തിലല്ല, അവിടെ ഉയർച്ച കിട്ടുന്ന കാര്യത്തിലല്ല. അതിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അകക്കണ്ണുണ്ടാകേണ്ടത്. മത്സരിക്കുന്നവർ മത്സരിക്കേണ്ട ഫീൽഡ് അതാണ്. ഈ ദുനിയാവ് ക്ഷണികമാണ്. എത്ര രോഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവിലും പരിചയത്തിലും നമ്മുടെ ബഹുമാന ഹാരിസ് മൗലവി പ്രിയപ്പെട്ടവരെ ഭേദമായി കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ. ഇനിയും നമ്മുടെ ദഅവാരംഗത്ത് കാലങ്ങളായി മുന്നോട്ട് പോകാനുള്ള സിഹ ആഫിയ അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്നും നമ്മുടെ കൈകളിലല്ല, ഏത് സമയവും ഇവിടെ വിട്ടു പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് 1, 2, 3 സ്ഥാനം കൽപ്പിക്കണം. എന്നാൽ യഹോ ഖൈറായിത്തീരും. പടച്ചോനെ പേടിയുണ്ടോ, അള്ളാഹിനെ ഭയപ്പാടുണ്ടോ, എല്ലാം അള്ളാഹു ഖൈറാക്കി തരും. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക പരാധീനതകളുണ്ടോ, മക്കളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടോ, ഒക്കെയും അള്ളാഹിന്റെ ഇടപെടൽ വേണോ. ഇസ്ലാമിയത്തിൽ നമുക്ക് കൃത്യത വേണം, കണിശത വേണം. ദീനുള്ളവരെന്നതല്ല, ദീനിൽ കണിശതയുള്ളവർ. ദീനിനെ ഒരു കാട്ടിക്കൂട്ടലുകളും ആളുകളെ ബോധിപ്പിക്കുവാൻ വേണ്ടി എന്തൊക്കെയോ അഭിനയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരല്ല. ഇസ്ലാമിനെ അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി അത് നെഞ്ചിലേറ്റി ആ ഒരു വെളിച്ചത്തിലൂടെ മരണം വരെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് റബ്ബിന്റെ അനുഗ്രഹത്താൽ ഈ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയെ സ്നേഹിക്കുക, ഇതിനോട് ചേർന്ന് നിൽക്കുക. തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആയിരങ്ങൾ, 10,000 നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക.